ഒരു മഹാൻ പറയുണ്ടായി, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉമ്മ മരിക്കാൻ പേടിയാണ്. ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാനും പേടിയാണ്. എത്രമാത്രം സത്യമാണത്. 23/6/2010 എൻ്റെ ഉമ്മ ഞങ്ങളൊക്കെ വിട്ടുപോയത്. സത്യത്തിൽ ഇന്നും നമ്മളൊക്കെ ഒരു ഇരുട്ടിലാണ്. ഉമ്മാൻ്റെ വേർപാട് ചെറിയ വേർപാടൊന്നല്ല. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പണ്ടൊരു ഇമാമ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മ മരിക്കണതിന്റെ മുമ്പ് മരിക്കാനും എനിക്ക് പേടിയാണ്, എന്റെ ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാനും എനിക്ക് പേടിയാണ്. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കി നിങ്ങള് ഈ വാക്ക്. ഉമ്മ മരിക്കണതിന്റെ മുമ്പ് മരിക്കാൻ പേടി എന്താ? ഉമ്മാനെ നോക്കാൻ പിന്നെ ആരാ ഉണ്ടാവുക? ഉമ്മാനെ ശുശ്രൂഷിച്ചിട്ട് എനിക്ക് കൂലി വാങ്ങാൻ കഴിയൂലല്ലോ. ഉമ്മ മരിക്കണതിന്റെ മുമ്പ് ഞാൻ മരിച്ചാൽ. ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാനുള്ള പേടി എന്തുകൊണ്ടാണ്? എങ്ങനെ പിന്നെ ജീവിക്കുക? എങ്ങനെ പെരേക്ക് കയറിച്ചില്ല? എത്ര വർഷമായിട്ട് ഉമ്മ മരിച്ച മക്കൾ ഈ സദസ്സിലുണ്ടെങ്കിലും ഒരു നിമിഷം അവർ ആലോചിക്കും, ഓരോ ഉമ്മാന്റെ ആണ്ട് വരുമ്പോഴും ഉമ്മയില്ലാത്ത വീട് അല്ലേ? ഉമ്മയില്ലാത്ത വീട്. ആദ്യത്തെ ഉമ്മ മരിച്ച 3 ദിവസമൊക്കെ വീട്ടിൽ ആളും ബഹളവാ. എല്ലാരും ആണ്ട് പിരിഞ്ഞു പോയിട്ട് തൈസീയത്തിന്റെ ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഉറ്റവരും ഉടയവരൊക്കെ അവനാന്റെ കുടിക്ക് അന്തപ്പക്കം മിന്തപ്പക്കാണ്ട് പോയതിന്റെ ശേഷം ഉണ്ടല്ലോ, പെരേലുണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു ശൂന്യത. ഒരു മുറിക്കും ചെല്ലാൻ വയ്യ. അവിടെ ഉമ്മാന്റെ പർദ്ദ, ഇവിടെ ഉമ്മാന്റെ ഷാള്, ഇവിടെ ഉമ്മ വെച്ച കഞ്ഞിപ്പാത്രം. അടുക്കളയിൽ നിന്ന് എങ്ങനെ ഇനി കഞ്ഞുടിക്കുക? നമ്മൾ ചിന്തിക്കണം. ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാൻ പേടി. അതുകൊണ്ടാണ് ഒരു മഹാനായ ഇമാമ പറഞ്ഞത്, ബാപ്പ മരിച്ചു. ബാപ്പ മരിച്ചപ്പോ ബാപ്പാന്റെ സ്വത്ത് കോരിയൊക്കെ മക്കള്, സിബ്ലിങ്സ്, അഞ്ചന്മാരുണ്ട്, ഏട്ടന്മാരുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാരും ബാപ്പാന്റെ സ്വത്തും പറമ്പോ കോരിച്ച് കൊണ്ടുപോവാ. ആ കൊണ്ടോണ്ട ഇടയില് ഈ മഹാനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ബാപ്പാന്റെ സ്വത്തും പറമ്പും കോംപ്ലക്സും ഒക്കെ കൊണ്ടേക്കോ, ബാപ്പ ഈ ദുനിയാവിൽ ഇട്ടേച്ച് വെച്ച ഒരു സ്വത്തുണ്ട്, അതെനിക്ക് വേണം. ഇത് ലിസ്റ്റിലില്ലല്ലോ. അയാൾ 10 സെന്റും 15 സെന്റും 5 ഏക്കറി ഒന്നും എടുത്തിട്ടില്ലല്ലോ. എന്താ പിന്നെ ബാപ്പ അവിടെ ഒഴിവാക്കി പോയ ഒരു സ്വത്ത് ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞത്? ആ മനുഷ്യൻ കൊണ്ടുപോയത് ഉമ്മാനെയാണ്. സ്വന്തം പെരേക്ക് ഉമ്മാനെ കൊണ്ടുപോയി. ബാപ്പ ഒഴിവാക്കിയ ആ സ്വത്ത് എനിക്ക് വേണം. കാരണം ഉമ്മാനെ പരിചരിച്ചാലുള്ള കൂലി എന്താണ് എന്നുള്ള കിതാബിൽ പഠിച്ചണ്. ഉമ്മാന്റെ കാലിന്റെ അടിയിൽ നമ്മൾ തട്ടിക്കൊടുക്കണ പൊടിയുണ്ടല്ലോ, അത് പിന്നെ നമ്മുടെ കയ്യിലെ നക്ഷത്രമാണത്രേ സ്വർഗത്തില്.